നമ്മളെയെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു മോഷണത്തിന്റെ കഥ. ഇവർക്കെല്ലാം അറിയാമായിരുന്നിട്ടും അവരത് മൂടിവെച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 40 വർഷത്തെ വാറണ്ടിയുള്ള 1999 30 കിലോ സ്വർണം UB ഗ്രൂപ്പിന്റെ വിജയ് മല്യ നൽകിയ സ്വർണം പൂശിയ കഥകും കട്ടളപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പവും സംബന്ധിച്ച വിവരങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായി. അവരുടെ അനുവാദമില്ലാതെ ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം മാനുവൽ അനുസരിച്ച് അവിടെ നടത്തണം അറ്റകുറ്റപ്പണികൾ. ഈ 2 കാര്യങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുവാദത്തോടുകൂടി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തത്. ശബരിമലയിൽ നിന്നും ഇത് മദ്രാസിലെത്താൻ ഹൈക്കോടതി പറഞ്ഞത് 1 മാസവും 9 ദിവസവും നീണ്ടുനിന്നു എന്നാണ്. 39 ദിവസക്കാലം. പിന്നീട് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഈ 39 ദിവസം എന്താണ്? വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി, വ്യാജ മോൾഡ് ഉണ്ടാക്കി, വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി, അതാണ് ചെന്നൈയിലേക്ക് പോയത്. ഒറിജിനലായിരുന്ന ദ്വാരപാലക വിഗ്രഹം വലിയ തുകയ്ക്ക് വിറ്റിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനോട്, അന്നത്തെ ദേവസ്വം മന്ത്രിയോട്, അന്നത്തെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത്, ഏത് കോടീശ്വരനാണ് നിങ്ങൾ ശബരിമല ധർമ്മശാസ്താവിന്റെ ദ്വാരപാലക ശില്പം കൊടുത്തത്? മറുപടി പറയണ്ടേ? അവർക്കറിയാമല്ലോ. എന്റെ കയ്യിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന്റെ താക്കോൽദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. 2019 മനോരമയുടെ വാർത്തയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പേരുള്ള ഒരു കമ്പനി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറെ 2 പേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്, 4ാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ്. അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരുടെ സർട്ടിഫിക്കറ്റാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന്. ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടേക്ക് നടന്നുവെന്ന്. അതെല്ലാം ഇവർ മൂടിവെച്ചു, വലിയ കളവ് നടത്തി. 2025 ഇത് വീണ്ടും എടുത്ത് പൂശാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത്? അന്ന് നടത്തിയ കളവ് നമുക്കറിയാം. കള്ളന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. കള്ളന്മാർ നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കാക്കാൻ പോകും, അല്ലേ? അപ്പൊ 2019 പൂശിയ ഈ സ്വർണം പൂശിയ ഈ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ 6 കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിനൊരു ബോധോദയം ഉണ്ടായി. എന്തിനാ? വീണ്ടും കക്കാൻ. തിരുവാഭരണം കമ്മീഷനുടെ ഒരു കത്തുണ്ട്. ഞാൻ കോടതി വിധി മുഴുവൻ വായിച്ചതാണ്. എന്താ തിരുവാഭരണം കമ്മീഷനുടെ കത്ത്? മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത്, അത് പ്രാപ്തരല്ല. 2, ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെ സ്വർണം പൂശണം, പുറത്തേക്ക് കൊണ്ടുപോകണം. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു 10 ദിവസത്തിനകം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠം ചാടി. എന്താ കാര്യം? തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠം ചാടാൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒന്നും അറിയില്ലേ എന്ന് രാമനാരായണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു തിരുവാഭരണം കമ്മീഷണർക്ക്. ഇവിടെ വെച്ച് നന്നാക്കിയാൽ പോരാ, പോറ്റി കൊണ്ടുപോകണം. അതിന് ഏത് പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകണം എന്ന് കത്ത് കൊടുത്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് 2019 ശബരിമലയുടെ സ്വർണം മോഷ്ടിച്ചത് എന്നറിയാവുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ ദേവസ്വം മന്ത്രിയും കൂടി വീണ്ടും തിരുവാഭരണം കമ്മീഷനുടെ കത്ത് മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും മദ്രാസിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തു. അതിനാണ് ഞങ്ങൾ പറഞ്ഞത് വാസവൻ രാജിവെക്കണം, ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് UDF പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും കക്കാൻ പോയത്. അയ്യപ്പൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിറ്റേന്. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി അടിച്ചുകൊണ്ടുപോയത്. അയ്യപ്പൻ അറിയാം അത് സംഭവിക്കുമെന്ന്. അയ്യപ്പനെ ആക്ട് ചെയ്തുകൊണ്ടാണ്, ഇതെല്ലാം പുറത്തു വന്നതുകൊണ്ടാണ് ഇത് നടന്നത്. ഇപ്പൊ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാ, എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ,
ബാക്കി മുഴുവൻ അവന്മാരെ അടിച്ചുകൊണ്ടുപോയത്. ഏതവന്മാരെ അടിച്ചുകൊണ്ടുപോയത്? പറയണം പിണറായി വിജയൻ. ആരാണ് അടിച്ചുകൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹവും ആരാണ് തട്ടുകൊണ്ടുപോയി വിറ്റത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയണം. അത്രയും വലിയ കവർച്ചയാണ്, ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണ കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത്. നിങ്ങൾ എന്നിട്ട് കപട അയ്യപ്പ ഭക്തിയുമായി നിങ്ങൾ പമ്പയിലേക്ക് പോകുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം. തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി? ശബരിമലയിലെ സമരമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളടക്കം നാമജപ ഘോഷയാത്ര നടത്തിയതിന് എടുത്ത കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ പറയണം. ഈ ദേവസ്വം മന്ത്രിയെ രാജികെട്ടിക്കണം, ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൂട്ടുനിന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇത് കഴിഞ്ഞപ്പോ അവരെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് വിട്ടു. ആ സെറ്റിന് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആദ്യം സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി. പക്ഷേ ശബരിമല ഏറ്റുമാനൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശബരിമലയിൽ സീസണിൽ 1-ാം തീയതി ആളല്ലോ. പതുക്കെ 7.5 പൊന്നാന മഹാദേവന്റെ 7.5 പൊന്നാന എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ 7.5 പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്ന് അതും വിൽക്കുമായിരുന്നു. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ള ചെയ്യുന്നവന്റെ, ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ഉത്കണ്ഠ മനസ്സിലേറ്റിക്കൊണ്ട്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ കണ്ണുനീര്, അവരുടെ ഭക്തിയിൽ പൊതിഞ്ഞ് അവരിട്ട കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ